സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പൂരിയൊക്കെ കഴിച്ച് ഒരു മടുപ്പൊക്കെ തോന്നുമ്പോൾ നമുക്കൊന്ന് മാറി ചിന്തിക്കാം. അപ്പോൾ നമുക്കിന്നൊരു ബട്ടൂര ഉണ്ടാക്കാം. അപ്പോൾ അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്കിന്നൊരു ബട്ടൂര ഉണ്ടാക്കാം. അപ്പോൾ ആ ബട്ടൂര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1 കപ്പ് മൈദ, ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് പഞ്ചസാര ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറു ചൂടോട് കൂടിയ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇവയൊന്നും ചേർക്കുന്നില്ല. ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ബട്ടൂര തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ബട്ടൂര ഉണ്ടാക്കാം. പിന്നെ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ പുറമേ ഒന്ന് എണ്ണ തൂത്തായിരുന്നു കേട്ടോ വെച്ചേ. അപ്പോൾ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ എല്ലാം ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. നമ്മളപ്പോൾ ഈ ഒരു വട്ടത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ലേശം കനമുണ്ട് കേട്ടോ. ചപ്പാത്തിയേക്കാളും ഒരു ഇച്ചിരി കൂടെ ഒരു കനത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിത് കുറേശ്ശെ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ ബട്ടൂര എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം.